ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. സാർ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഇതുപോലെ നമ്മളൊരു മാനസികമായിട്ട് വിഷമിപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ വിഷമം വരുന്നൊരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സംഭവം നമ്മുടെ ചേന്നമല ജംഗ്ഷനിൽ ഉണ്ടായിട്ട് ഫെഡറൽ ബാങ്കിന്റെ മുമ്പിൽ. അപ്പൊ ഞാൻ അവിടെ ചേന്നമല ജംഗ്ഷനിൽ ഡ്യൂട്ടിയിലേക്കായിരുന്നു. അപ്പൊ ഒരു ഭയങ്കര ഒരു ഒച്ച, പുട്ടക്കൂന്നും പറഞ്ഞൊരു ഒച്ച. ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. ബസ്സിന്റെ ഫ്രണ്ടിലെ ചില്ലൊക്കെ പൊട്ടിപ്പോയി. നോക്കി കഴിഞ്ഞപ്പോ ബസ്സിന് മുമ്പിൽ ഒരു 10 അടി മുമ്പിലായിട്ട് ഒരാള് ചോരയെ കുടിച്ച് കിടക്കെ. ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടികളൊക്കെ നിന്ന്. അപ്പൊ ഇദ്ദേഹത്തെ എടുക്കണം. അപ്പൊ ചോര തലേന്ന് മൊത്തം ചോരയാണ്. അപ്പൊ ആരും വന്നില്ല. ഞാൻ പറഞ്ഞു പിടിക്കുന്ന പറഞ്ഞപ്പോ ആൾക്കാർ ഈ ചോരയാണ്, ചില ആൾക്കാർക്ക് ഈ ചോര കാണുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചേന്നമല ജംഗ്ഷനിൽ ഒരു ഇക്കുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. പുള്ളി വേഗം ഓട്ടോറിക്ഷയായിട്ട് വന്ന് ഞാനും പുള്ളിയും കൂടി ഈ ആളെ പോക്കി കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോര പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹത്തെ എടുത്ത് ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഫെഡറൽ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ATM നിന്ന് പൈസ എടുത്തിട്ട് ഇദ്ദേഹത്തിന് പോകേണ്ടത് ആലുവക്കായിരുന്നു. അങ്ങനെ ഇദ്ദേഹം മൊബൈലും കയ്യിൽ പിടിച്ചിട്ട് പടിഞ്ഞാട്ടേക്ക് നോക്കി. പടിഞ്ഞാട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ പടിഞ്ഞാട്ടിൽ കിഴക്കോട്ടേക്ക് ആലുവക്ക് ബസ് വന്നിട്ടുണ്ടാകുന്നത് നോക്കിയിട്ടാണ് ഇദ്ദേഹം ക്രോസ് ചെയ്യുന്നത്. ഈ സമയത്ത് കിഴക്കുന്ന് ഒരു പ്രൈവറ്റ് ബസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഡ്രൈവർ നോക്കുന്നത് നേരെ സിഗ്നലിലേക്കാണ്. സിഗ്നല് റെഡ് ആവുന്നുണ്ടോ കാരണം അന്നേരം ഗ്രീൻ സിഗ്നൽ ആയിരുന്നു. ഇദ്ദേഹം ആ വണ്ടി വരുന്നത് ശ്രദ്ധിച്ചില്ല, നേരെ ഒറ്റ ഇടിയാണ് അടിച്ചത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൊബൈൽ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അശ്രദ്ധമായിട്ട് ഞാനിപ്പോ പലപ്പോഴും പറയാം, നിങ്ങളെന്നാ ചെറായി ബീച്ചിൽ പോകാതെയുള്ള റോഡിൽ കൂടി ക്രോസ് ചെയ്യുന്നത്. കാരണം ഒരു നോട്ടമില്ല, ഇടത്തോ വലത്തോ ഒന്നും നോക്കണില്ല. കുട്ടികളായാലും മുതിർന്നവരായാലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചു വേണം. അപകടം എപ്പോഴും നമ്മുടെ കൺമുമ്പിലുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിൽ വേണം നമ്മൾ. അല്ലാണ്ട് എന്നെ ആരും വണ്ടി ഇടിക്കലോ, നിങ്ങൾ വേണമെങ്കിൽ നിർത്തിക്കൂ എന്നുള്ള ചിന്താഗതിയിലല്ല. വണ്ടി നിർത്തി ക്ലിയർ ആയതിനു ശേഷം നമ്മുടെ ജീവൻ ബലപ്പെട്ടതാണ്. ഈ ജീവൻ നമുക്ക് ഇനി തിരിച്ചു കിട്ടില്ല.